സൈക്കിളിൽ 250 കിലോമീറ്റർ യാത്ര ചെയ്ത് പെഡൽ ഫോഴ്സിന്റെ സൈക്കിൾ യാത്ര. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈക്കിൾ കൂട്ടായ്മയുടെ സംഘടനയായ പെഡൽ ഫോഴ്സാണ് ഈ ദീർഘയാത്ര സംഘടിപ്പിച്ചത്. വിനോദയാത്രകളിൽ മലിനീകരണം കുറയ്ക്കൂ, സൈക്കിൾ ഉപയോഗിക്കൂ എന്ന സന്ദേശമുയർത്തി കോട്ടയത്തു നിന്നും തേക്കടിയിലേക്ക് നടത്തിയ യാത്രയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 20ഓളം പേർ പങ്കെടുത്തു. തേക്കടിയുടെ മനോഹാരിത അനുഭവിച്ചറിഞ്ഞ് കുട്ടിക്കാനവും പാഞ്ചാലിമേടും പരുന്തുംപാറയും സന്ദർശിച്ച് കാടുമേടും തേയിലത്തോട്ടവും താണ്ടി 2 ദിവസം കൊണ്ട് കോട്ടയത്ത് സുരക്ഷിതമായി തിരികെ എത്തി. കുട്ടിക്കാനത്തെ ടീറ്ററൈൻ ലക്ഷറി റിസോർട്ടിലെ താമസവും ഭക്ഷണവും സ്വിമ്മിംഗ് പൂളും ക്യാമ്പ് ഫയറും സംഗീതവും സൈക്കിൾ യാത്രികർക്ക് നവ്യാനുഭവമായി. ഇന്ധനം ലാഭിക്കുക, പ്രകൃതിയെ രക്ഷിക്കുക, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ശക്തമാക്കുക, മലിനീകരണം കുറയ്ക്കുക, ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി 2017 തുടങ്ങിയ ഈ സംഘടന ഇതിനോടകം കേരളത്തിലെ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സൈക്കിളിൽ യാത്ര ചെയ്ത് ശ്രദ്ധേയമായിട്ടുണ്ട്. പെഡൽ ഫോഴ്സിന്റെ ഫൗണ്ടറും ചീഫ് കോർഡിനേറ്ററുമായ ജോബി രാജു, അസിസ്റ്റന്റ് കോർഡിനേറ്റർ മാളു എന്നിവരാണ് വിജയകരമായ സൈക്കിൾ യാത്രകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. സൈക്കിൾ പ്രേമികൾക്കായി മൂന്നാറിലേക്കുള്ള സീസൺ 5 യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണിവർ. സൈക്കിൾ യാത്ര ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ജോബിയുമായി ബന്ധപ്പെടാം. എൻ്റെ പേര് ജോബി രാജു എന്നാണ്. ഞാൻ പെഡൽ ഫോഴ്സ് കൊച്ചി എന്ന് പറഞ്ഞ സൈക്ലിംഗ് ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് ചീഫ് കോർഡിനേറ്ററാണ്. ഞങ്ങൾ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ളൊരു സൈക്ലിംഗ് ഗ്രൂപ്പാണ്. ഒരു സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ലോക്കൽ കമ്മ്യൂട്ടിങ്ങും ടൂറിങ്ങും ഓൾട്ടർനേറ്റീവ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന നിലയിൽ നമ്മൾ മോട്ടോർ വാഹനങ്ങൾക്ക് പകരം സൈക്കിൾ പരമാവധി ഉപയോഗിക്കുക എന്നൊരു ആശയം ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ യാത്രകൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പം നമ്മൾ ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുമ്പോൾ ഈ സൈക്കിളിൽ പോകുമ്പോൾ നമ്മൾ ഈ ഫ്യൂവൽ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ പൊല്യൂട്ട് ആവുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഗ്രീൻ മോഡ് ഓഫ് ട്രാവൽ ആയിട്ട് നമ്മൾ സഞ്ചരിക്കുന്ന പല സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രോഗ്രാംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് അഭിലാഷ്. എൻ്റെ ഇവിടെ അങ്കമാലിയാണ്. ഞാൻ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണ്. പെഡൽ ഫോഴ്സിൻ്റെ കൂടെ ഇതൊരു 10ാമത്തെ റൈഡാണ്. എൻ്റെ ഫസ്റ്റ് റൈഡ് കുമരകമായിരുന്നു. ഞാൻ ഈ പെഡൽ ഫോഴ്സിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ റൈഡേഴ്സിനൊക്കെ ഓരോ 15 കിലോമീറ്റർ കഴിയുമ്പോഴും റിഫ്രഷ്മെൻറ്റ് പോയിൻറ്റ്സും അത് അറേഞ്ച് ചെയ്യുന്നതും സ്റ്റേ ഒക്കെ എല്ലാ റൈഡുകൾക്കും ഞങ്ങൾ താമസിക്കുന്നത് ആ ഡെസ്റ്റിനേഷനിലെ ഏറ്റവും നല്ല റിസോർട്ടിലോ ഹോട്ടലിലോ ആണ്. അപ്പോൾ ആ ഒരു ഓർഗനൈസിങ് ആയിട്ടുള്ള വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ ആ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയാണ് ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളത്. അതിൽ ഞാൻ ജോബി ചേട്ടന് ഒത്തിരി കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. പെഡൽ ഫോഴ്സ് 2017 സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അന്ന് മുതൽ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കും ഇതുപോലുള്ള സൈക്കിൾ യാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. Good afternoon everyone. Myself Tushar Gullani from Amravati, Maharashtra. This is my second ride with Pedal Force. My first ride was Freedom Ride and this is a Thekadi ride is the second ride and the experience was superb. The volunteers and the founder of Pedal Force, Joby sir, very nice experience with them. On routes, hydration support, hospitality, refreshment, all the arrangements are super. ഒരു 4 മാസം മുന്നേ ഒരു ഓൾ കേരള സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. അത് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്ന് പറയുന്ന ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന രീതിയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൾ കേരള സൈക്കിൾ യാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഷബീർ എന്നാണ്. മലപ്പുറം നിന്നാണ് വരുന്നത്. ഞാൻ പഠിക്കുകയാണ്. ഇതുപോലത്തെ പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. റിഫ്രഷ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ടാണെങ്കിലും ഹോട്ടൽസ്, റൂംസ് ഒക്കെ അത്യാവശ്യം നല്ല ഹെവി തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ പെഡൽ ഫോഴ്സ് ചെയ്യുന്ന ഇത്തരം യാത്രകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാം, വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജുകളിലെല്ലാം അതിൻ്റെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാറുണ്ട്. പെഡൽ ഫോഴ്സ് കൊച്ചി എന്നാണ് പേജിൻ്റെ എല്ലാം പേര്. എൻ്റെ പേര് അനീഷ് മാത്യു എന്നാണ്. ഞാൻ പ്രൊഫഷണൽ IT പ്രൊഫഷനാണ്. അപ്പോൾ പ്രൊഫഷണൽപരമായിട്ട് നമ്മൾ ഭയങ്കര സെഡൻറ്ററി ആയിട്ടിരിക്കുകയാണ്, അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ സൈക്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്തേക്കുന്നത് പലതും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തിട്ടുള്ള സൈക്ലിങ്ങുകൾ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പെഡൽ ഫോഴ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഈ ടൂർ പ്രോഗ്രാം പോലുള്ള സൈക്ലിങ്ങിൽ ഇപ്പോൾ പെഡൽ ഫോഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ്, അതുപോലത്തെ പരിപാടിയും ആദ്യമായിട്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് കിട്ടുന്നുണ്ട്.
റിഫ്രഷ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് റൈഡാണ്. 10-15-16 പേര് ഒരുമിച്ച് പോകുമ്പോൾ അവരവരുടെ എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് ഓരോ റിഫ്രഷ്മെൻറ്റ്സിലൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും സംസാരിക്കാനും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും സാധിക്കും.